ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു വെള്ളിയാഴ്ച കേട്ടോ. വെള്ളിയാഴ്ചയായിട്ട് നമ്മൾ നേരത്തെ പുറത്തേക്ക് പോവാണ്. സാധാരണ സന്ധ്യയ്ക്കായിട്ടാണ് പുറത്തേക്ക് പോയും പാർക്കിൽ മോളെ കളിപ്പിക്കാനൊക്കെ പോകുന്നത്. ഇന്ന് നേരത്തെ പോകാൻ കാരണം നമ്മളിന്ന് ലഞ്ച് കഴിക്കുന്നത് പുറത്തുനിന്നാണ് കേട്ടോ. ലഞ്ച് ടൈം ഒക്കെ കഴിഞ്ഞ് ഏതാണ്ട് ഒരു 3:30 ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ആഴ്ചയിൽ ഒരു ദിവസം ഒരു നേരം നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാറുണ്ട്. സാധാരണ വ്യാഴാഴ്ച രാത്രിയിലാണ് നമ്മൾ പുറത്തുപോയി ഫുഡ് കഴിക്കുന്നത്. നമ്മൾ ഈ വ്യാഴാഴ്ച പുറത്ത് പോയില്ല, നല്ല തണുപ്പായതുകൊണ്ട് പോയില്ല. അപ്പോൾ നമ്മൾ പിറ്റേന്നത്തേക്ക് സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഇക്ക പറഞ്ഞു നമുക്ക് പുറത്ത് പോയി ഫുഡ് കഴിക്കാം. അങ്ങനെ ഞങ്ങൾ നേരെ വന്നേക്കുന്നത് വസ്ബയിലേക്കാണ്. ഇതിനു മുന്നേ ഞാൻ വസ്ബയിൽ വന്നിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇവിടെ ജെൻസിന് നല്ല ബാച്ചിലേഴ്സിന് വേറെ, ഫാമിലിക്ക് വേറെ സെക്ഷനാണ്. നമ്മൾ ഫാമിലി സെക്ഷനിലേക്ക് പോവുകയാണ്. ഇവിടെ അത്യാവശ്യം നല്ല ഡൈനിങ് സ്പേസ് ഉണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെയുള്ള സ്പേസസ് ഉണ്ട്. പിന്നെ നമുക്ക് റോഡ് സൈഡ് വ്യൂ കാണാൻ പറ്റിയ തരത്തിലുള്ള സീറ്റുണ്ട്. നമ്മൾ ഈ പ്രാവശ്യം ഇരിക്കുന്നത് റോഡ് സൈഡ് വ്യൂ കാണാൻ പറ്റിയ സ്പേസിലാണ്. അപ്പോൾ അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റും കൂടെ ആട്ടോ. ഇവിടെ അത്യാവശ്യം എല്ലാ റെസ്റ്റോറൻറ്റും നല്ല നീറ്റാണ്. എന്നാലും ഇത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വന്ന് ഫുഡ് കഴിക്കുന്നത്. പിന്നെ നല്ല വ്യൂ ഒക്കെ ആസ്വദിച്ച് ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് റീൽസ് ഞാനും മോളും ആയിട്ട് എടുത്ത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ റീൽസൊക്കെ എടുത്ത് അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അപ്പോഴത്തേക്ക് നമ്മുടെ ഫുഡ് വന്നു. നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത് മട്ടൻ മന്തിയാണ്. കുറേ നാളായി മട്ടൻ മന്തിയൊക്കെ കഴിച്ചിട്ട് എനിക്ക് നാട്ടിൽ നമ്മൾ വെച്ചിട്ട് ഞാൻ മട്ടൻ അങ്ങനെ കഴിക്കാറില്ലായിരുന്നു. എനിക്ക് അതിൻ്റെ സ്മെല്ല് പിടിക്കത്തില്ലായിരുന്നു. ഇവിടെ വന്ന് കഴിച്ച് നമുക്ക് ശീലമായി. ഇതിന് വലിയ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഹുമ്മൂസും പിന്നെ കേടിനകത്ത് കുക്കുംബർ ഇട്ടിട്ടുള്ള എന്തോ ഒരു സാലഡും ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു ഹമ്മൂസോ അങ്ങനെ എന്തോ ഹുമ്മൂസിന് ഞാൻ കഴിച്ചു നോക്കി. അഫ്രിക്കും ഇഷ്ടപ്പെട്ടു. അഫ്രിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് അഫ്രി ഫുഡ് കഴിക്കുന്നത്, അല്ലെങ്കിൽ കഴിക്കില്ല. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ തൊടില്ല. പിന്നെ മോക്ക് മട്ടൻ കഴിക്കും, എന്നാലും ചിക്കനാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞങ്ങൾ ഷവായും കൂടെ ഓർഡർ ചെയ്തത്. അപ്പോൾ ഒരാൾ അവിടെ റെസ്റ്റ് എടുക്കുന്നു, ഒരാൾ ഇവിടെ റെസ്റ്റ് എടുക്കുന്നു. കുറേ നാൾ ഞങ്ങൾ അവിടെ ഇരുന്ന് സംസാരിച്ചിട്ട് ഞങ്ങൾ നേരെ കൈ കഴുകാൻ വന്നു. ജെൻസിന് വേറെ കൈ കഴുകുന്ന ഏരിയയും ലേഡീസിന് വേറെ കൈ കഴുകുന്ന ഏരിയയാണ്. അപ്പം മോക്ക് സാധാരണ കുഞ്ഞു വാഷ് ബേസ് എന്തേലും ചോദിച്ചുകൊണ്ടിരിക്കും. അതിന് പിണങ്ങി നിൽക്കുക കേട്ടോ എൻ്റെ അടുത്ത്. അപ്പോൾ ഇങ്ങനെയുള്ള ഏരിയ ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ റോഡ് സൈഡ് വ്യൂ ഉണ്ട്. ഇതിൻ്റെ ബാക്കിലേക്ക് നമ്മുടെ മജ്ലിസ് പോലുള്ള ഏരിയ ഉണ്ട്. അങ്ങനെ ഒത്തിരി ഏരിയ ഉണ്ട് ഇവിടെ. അവിടെ നിന്നൊരു സ്ട്രോബെറി ഗുവ ജ്യൂസും കൂടെ മേടിച്ചു. എനിക്ക് ജ്യൂസ് വേണമെന്ന് പറഞ്ഞ് ബഹളം വെച്ച് ഞങ്ങളെ കൊണ്ട് മേടിപ്പിച്ചതാണ്. അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ച് അപ്പോഴത്തേക്ക് ഒരു 5:30 ആയി. അവിടുന്ന് നേരെ ഞങ്ങൾ പോയി. 5:30 ആയില്ല, 5 മണിയായി കേട്ടോ. സ്ക്രീൻ ഗാർഡും ബാക്ക് കവറും ഒക്കെ മാറി. എന്നിട്ട് 5:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഹൂപ്പിലെത്തി. ഹൂപ്പെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഇൻഡോർ പാർക്കാട്ടോ. അപ്പം മോളെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഹൂപ്പിലെത്തി. 1 മണിക്കൂറത്തേക്ക് 35 റിയാൽ എന്തോ ആണ്. മാസത്തിൽ ഒരിക്കലൊക്കെ ഞങ്ങളിങ്ങനെ ഇങ്ങനെയുള്ള ഏരിയയിൽ കളിപ്പിക്കാൻ കൊണ്ടുപോകാറുണ്ട്. അല്ലെങ്കിൽ പുറത്ത് നമ്മുടെ നോർമൽ പാർക്കിലൊക്കെയാണ് കൊണ്ടുപോകാറുള്ളത്. അപ്പം 2 മണിക്കൂറത്തേക്ക് 41 റിയാൽ അങ്ങാണ്ടായിരുന്നു. അപ്പം 2 മണിക്കൂറുള്ളതാണ് എടുത്തത്. ഇപ്പം കണ്ട, ഇത് കുഞ്ഞു പിള്ളേർക്കുള്ളത്. അവൾ ഇതിൽ കളിക്കില്ല, അവൾ വലിയ കുട്ടികൾക്കുള്ളതിനകത്ത് പോയി കളിക്കും. ഇങ്ങനെ 3 സെക്ഷനായിട്ടാണ് ഈ പാർക്കിൽ കണ്ട. അവിടെ പുറത്ത് ഇങ്ങനെ ടൈം ഒട്ടിച്ചേക്കുന്നത്. അപ്പം 5:30 കയറി 7:30 ആകുമ്പം തിരിച്ചിറങ്ങണം. അപ്പം ഇതിനകത്ത് മണ്ണുകൊണ്ട് കളിക്കുന്നതും കുഞ്ഞുങ്ങൾക്ക് പല രീതിയിൽ കളിക്കാൻ പറ്റിയ കളിക്കുന്ന ഇതുണ്ട്. അപ്പം ഞങ്ങൾ ബോറടിച്ചപ്പോൾ ഞങ്ങളൊരു കേക്കും പിന്നെ ഒരു 2 കോഫിയും പോപ്കോണും ഒക്കെ മേടിച്ചിട്ട് ഞങ്ങൾ അവിടെ ഇരുന്നു. പിന്നെ സിനിമയൊക്കെ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് വന്ന് അവിടെ ഇരുന്ന് കാണാം. അങ്ങനെ ഐസ്ക്രീംസ് ഒക്കെ ഉണ്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു. വെള്ളിയാഴ്ചയുണ്ട്. ഇത് ഇടയ്ക്ക് ട്രെൻഡായിട്ടുള്ള ഒരു ചീസ് കേക്കാണ്. ഇങ്ങനെ നമ്മൾ ചോക്ലേറ്റ്സ് ഒക്കെ ഒഴിച്ചിട്ട് കഴിക്കുന്നത്. അപ്പം ചീസ് കേക്ക് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ട് വാങ്ങിച്ചതാണ്. അപ്പം ഞാൻ ചോക്ലേറ്റ് ഒഴിക്കാൻ പോയപ്പം അവൾക്ക് ഒഴിക്കണമെന്ന് പറഞ്ഞിട്ട് അതിനകത്ത് പിടിച്ചിട്ട് ഒഴിക്കുകയാണ്. ഈ ചോക്ലേറ്റിന് ചെറിയൊരു കയ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ മൊത്തം അതിനകത്ത് ഒഴിച്ചു. എന്നിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഒരു കേക്കിൻ്റെ ടെക്സ്ചർ അല്ല, ഒരു പുഡിങ്, ഒരു ചീസിൻ്റെ നല്ല ഫ്ലേവർ നിൽക്കുന്നുണ്ട്. ചെറിയൊരു ഉപ്പുണ്ട്. എനിക്ക് വലുതായിട്ട് ഇഷ്ടമായില്ല. കുഴപ്പമില്ല, ഒരു ഓക്കെ പ്രോഡക്റ്റാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് നേരെ അഫ്രി ഇങ്ങനെ മണ്ണ് നിറച്ചിട്ടുള്ള കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒരു ഏരിയ ഉണ്ട്. അവിടേക്ക് വന്നിട്ട് കളിക്കാൻ തുടങ്ങി. ഏതോ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മണ്ണ് വാരി ഇടുന്നുണ്ട്. ഇപ്പോൾ ഞാൻ അഫ്രി എടുത്ത് പറഞ്ഞാൽ അവിടെ ഒരു കുട്ടിയല്ലേ ഉള്ളൂ, അവിടെ പോയി കളിക്കുന്നു പറഞ്ഞിട്ട് അവിടെ കൊണ്ട് ഇരുത്തിയതാണ്. അങ്ങ് ദൂരെ വലിയ കുട്ടികൾ കളിക്കുന്നിടത്ത് പോയി കളിച്ചുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് ഞാൻ പിടിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ അത്യാവശ്യം കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പാർക്കാണ്. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങില്ല. അതിനൊരു ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു കൊടുത്ത്, എനിക്ക് ബ്ലൂ ഐസ്ക്രീം വേണമെന്നും പറഞ്ഞ് ബ്ലൂ ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചിട്ട് ഇറങ്ങിയതാണ്. അവിടെ നിന്ന് നേരെ ഞങ്ങൾ നെഹദിയിലേക്ക് വന്നു. മോൾക്ക് ഡയപ്പർ ഇല്ലായിരുന്നു. നൈറ്റ് ഞാൻ ഡയപ്പർ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഡയപ്പർ മേടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അത് കഴിഞ്ഞ് വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. ബൈ.